ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ ഈ പ്രഭാത സമയം ഞാൻ പാസ്റ്റർ ലെനീഷ് രാജൻ എല്ലാവരെയും ഡെയിലി മണ്ണിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുന്ന വചനം 1 ശമൂവേൽ 30 അധ്യായം അതിന്റെ 6 വാക്യമാണ്. ദാവീദ് വലിയ കഷ്ടത്തിലായി. ജനത്തിൽ ഓരോരുത്തന്റെ ഹൃദയം താന്താന്റെ പുത്രന്മാരെയും പുത്രിമാരെയും കുറിച്ച് വ്യസനിച്ചിരിക്കൊണ്ട് അവനെ കല്ലെറിയണമെന്ന് ജനം പറഞ്ഞു. ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. പ്രിയ ദൈവമക്കളെ, ജീവിതത്തിൽ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത് ഒരു ശത്രുക്കളുടെ ആക്രമണമോ ഒന്നുമല്ല. നമ്മോടൊപ്പം ചേർന്ന് നടന്നവർ, നമ്മോടൊപ്പം പറ്റി നിന്നവർ നമ്മെ വിട്ടുപോകുന്നതാണ് ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്. ചില സമയങ്ങളിൽ നമ്മെ മനസ്സിലാക്കുമെന്ന് കരുതിയവർ പോലും നമുക്ക് എതിരായി നിൽക്കാറുണ്ട്. ആശ്രയിച്ച് നിന്നവർ അല്ലെങ്കിൽ ആശ്രയിക്കുമെന്നൊക്കെ കരുതിയവർ മാറിപ്പോകാറുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ ചോദിക്കും, ഇനി എന്നെ ബലപ്പെടുത്താൻ ആരുണ്ട്, ഇനി എന്നെ ശക്തിപ്പെടുത്താൻ ആരുണ്ട്? ഇന്നത്തെ വചനം ഒരു അത്ഭുതകരമായ ഒരു ഉത്തരമാണ് അതിന് നൽകുന്നത്. എല്ലാവരും വിട്ടുപോയാലും ആരൊക്കെ എതിർത്താലും ദൈവത്തിൽ തന്നെ ബലപ്പെടുത്താൻ പഠിക്കണം. ഇവിടെ ഈ വാക്യത്തിന്റെ അടിസ്ഥാനത്തിൽ ദാവീദും അവന്റെ ആളുകളും ഫെലിസ്ത്യരുടെ ദേശത്ത് നിന്ന് സിക്ലാഗിലേക്ക് മടങ്ങിപ്പോകുന്ന രംഗം. പക്ഷെ അവിടെ കണ്ട കാഴ്ച അവരുടെ ഹൃദയത്തെ ഏറ്റവും അധികം തകർക്കുന്ന ഒന്നായിരുന്നു. പട്ടണം മുഴുവൻ തീ കൊളുത്തി നശിപ്പിക്കപ്പെട്ടിരുന്നു. ഭാര്യമാരെയും മക്കളെയും ഒക്കെ അമാലേക്കർ പിടിച്ചുകൊണ്ടുപോയിരുന്നു. നോക്കുമ്പോൾ വീടുകളില്ല, കുടുംബങ്ങളില്ല, നോക്കിയാൽ ഒരു പ്രതീക്ഷയുമില്ല. ദാവീദും അവന്റെ ആളുകളും ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി, കരയാൻ തുടങ്ങി. കരയാൻ ശക്തി ഇല്ലാതാകുന്നത് വരെ അവർ കരഞ്ഞു. പക്ഷേ അതിലും വലിയ വേദനയാണ് പിന്നെ ഉണ്ടായത്. അവനോടൊപ്പം യുദ്ധം ചെയ്തിരുന്ന സ്വന്തം ആളുകൾ പോലും പറയുവാൻ തുടങ്ങി, ദാവീദിനെ കല്ലെറിയണം. ഒരു നിമിഷം കൊണ്ട് ദാവീദ് അവിടെ പൂർണ്ണമായും ഒറ്റപ്പെട്ടു പോവുകയായിരുന്നു. മനുഷ്യരുടെ എല്ലാ ആശ്രയങ്ങളും അവിടെ തകർന്നു പോയി. അപ്പോഴാണ് ദൈവത്തിന്റെ വചനം അത്ഭുതകരമായ ഒരു വാക്യം പറയുന്നത്, എങ്കിലും ദാവീദ് തന്റെ ദൈവമായ യഹോവയിൽ തന്നെത്താൻ ബലപ്പെടുത്തി, അല്ലെങ്കിൽ ദാവീദോ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു എന്ന് എഴുതിയിരിക്കുന്നത്. ശ്രദ്ധിക്കുക, വചനം ഒരിക്കലും പറയുന്നില്ല ഒരു പ്രവാചകൻ വന്ന് ദാവീദിനെ ആശ്വസിപ്പിച്ചുവെന്ന്, അല്ല ഒരു സുഹൃത്ത് വന്ന് ധൈര്യം നൽകി എന്ന് പറയുന്നില്ല, ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു, അല്ല, ദാവീദ് തന്നെ ദൈവസന്നിധിയിൽ ചെന്ന് തന്റെ ആത്മാവിനെ ബലപ്പെടുത്തി. അതുമല്ലെങ്കിൽ ദാവീദ് തന്നെ തന്റെ ദൈവമായ യഹോവയിൽ ധൈര്യപ്പെട്ടു. ഇതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ രഹസ്യം എന്ന് പറയുന്നത്. മനുഷ്യരുടെ പ്രശംസയിൽ ജീവിക്കുന്നവൻ മനുഷ്യരുടെ വിമർശനത്തിൽ ഉറപ്പായിട്ടും തകർന്നു പോകും. പക്ഷേ ദൈവ സാന്നിധ്യത്തിലാണ് ജീവിക്കുന്നതെങ്കിൽ ലോകം മുഴുവനും അവന് എതിരായി നിന്നാലും അവനെ ഒരു നാളും തകർക്കാൻ കഴിയത്തില്ല എന്ന് ഈ വാക്യം നമ്മളെ പഠിപ്പിക്കുന്നു. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലും ചില സിക്ലാഗുകൾ ഉണ്ടായിരിക്കാം. ഒരുപക്ഷെ നിങ്ങളുടെ ജോലി നഷ്ടമായിരിക്കാം, ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധങ്ങൾ തകർന്നതായിരിക്കാം, സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരിക്കാം, നിങ്ങൾ പ്രതീക്ഷിച്ചവർ പോലും നിങ്ങളെ മനസ്സിലാക്കുന്നില്ലായിരിക്കാം. ഇന്ന് അങ്ങനെയുള്ളവരോട് ദൈവാത്മാവ് പറയുന്നു, കരയുന്നത് തെറ്റല്ല, പക്ഷെ കരഞ്ഞിട്ട് അവിടെ നിന്ന് കിടക്കരുത്. പ്രാർത്ഥനയിൽ ഉണരണം, പ്രാർത്ഥനയിൽ എഴുന്നേൽക്കണം, വചനത്തിൽ ബലപ്പെടണം, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ പുതുക്കപ്പെടണം. കാരണം നിങ്ങളെ ഏറ്റവും ശക്തനാക്കുന്നത് മനുഷ്യരുടെ ഒരു പിന്തുണയല്ല, മറിച്ച് ദൈവത്തിന്റെ സാന്നിധ്യമാണെന്ന് ഇന്ന് പകൽക്കാലം നിങ്ങൾ മനസ്സിലാക്കണം. പ്രിയ ദൈവമക്കളെ, ഇവിടെ ദാവീദ് ആദ്യം ശത്രുക്കളെ ജയിച്ചില്ല, ആദ്യം തന്റെ നിരാശയെ അവൻ ജയിച്ചു. ദാവീദ് ആദ്യം യുദ്ധഭൂമിയിലേക്ക് ഓടിപ്പോയില്ല, ആദ്യം ദൈവ സന്നിധിയിലേക്കാണ് ഓടി വന്നത്. അതിനുശേഷമാണ് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുത്തത്. നിരാശയെ ജയിക്കുന്നവനാണ് നാളെയുടെ വിജയം സ്വന്തമാക്കുന്നതെന്ന് നാം മനസ്സിലാക്കണം. ഇന്ന് ഈ വചനം കേൾക്കുന്ന ദൈവ പൈതലെ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് വളരെ വ്യക്തമായി സംസാരിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കല്ല, നിങ്ങളുടെ കൂടെ ദൈവമുണ്ട്. നിനക്കെതിരെ തിരിഞ്ഞവരെക്കാൾ ദൈവത്തിന്റെ കൃപ വലുതാണെന്ന് ഇന്ന് പ്രഭാത സമയം നിങ്ങൾ മനസ്സിലാക്കണം. നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കും. നിങ്ങളുടെ കണ്ണുനീർ സാക്ഷ്യമായി മാറാൻ പോവുകയാണ്. ഇന്ന് നിങ്ങൾ ദൈവത്തിൽ ബലപ്പെടുക, നാളെ നിങ്ങൾ വിജയത്തിന്റെ പാട്ട് പാടും. ഇന്ന് കർത്താവ് ചിലരോട് പറയുന്നു, മനുഷ്യരിൽ ആശ്രയിക്കരുത്, യഹോവയിൽ തന്നെ ആശ്രയം വെക്കുക, അവൻ നിങ്ങളെ വീണ്ടും ഉയർത്തും.
അവൻ നിങ്ങളെ ബലപ്പെടുത്തും, അവൻ നിങ്ങളെ ശക്തീകരിക്കും. ആയതുകൊണ്ട് ഇന്ന് ഈ കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ നമ്മളെ തന്നെ സമർപ്പിച്ച് ഒരുമിച്ച് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, നിരാശയുടെ സമയങ്ങളിൽ നിന്നിൽ തന്നെത്താൻ ബലപ്പെടുവാൻ ഞങ്ങളെ ഇന്ന് പഠിപ്പിക്കണമേ. മനുഷ്യരുടെ പിന്തുണയേക്കാൾ നിന്റെ സാന്നിധ്യം ബലപ്പെട്ടതാണെന്ന് തിരിച്ചറിയുവാനുള്ള കൃപ നൽകണമേ. തകർന്ന ഹൃദയങ്ങളെ ഒന്ന് ശക്തിപ്പെടുത്തണമേ. നഷ്ടപ്പെട്ട പ്രത്യാശയൊന്ന് പുതുക്കണമേ. ഞങ്ങളുടെ സിക്ലാഗുകളെ സാക്ഷ്യങ്ങളാക്കി മാറ്റണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. ഇതുവരെ വചനം ശ്രമിച്ച എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാവ് എ ബ്ലെസ്ഡ് ഡേ. ഗോഡ് ബ്ലെസ് യു.